കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ ഫെഡറൽ ബാങ്കിന്റെ ഓഹരിയിൽ വൻ ഇടിവ്. ചൊവ്വാഴ്ച വ്യാപാരത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 2% നഷ്ടമാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരിയിൽ നേരിട്ടതെങ്കിലും വ്യാപാരം പുരോഗമിക്കെ വിൽപ്പന സമ്മർദ്ദം കനക്കുകയും 7% ഇടിയുകയും ചെയ്തു. തിങ്കളാഴ്ച 191 രൂപയിൽ ക്ലോസ് ചെയ്ത ഫെഡറൽ ബാങ്ക് ഓഹരി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനിടെ 178 രൂപയിലേക്ക് വരെ താഴ്ന്നുവെന്ന് സാരം. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഡിസംബർ സാമ്പത്തിക പാദത്തിൽ പ്രവർത്തന ഫലം പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് തിരിച്ചടി നേരിട്ടത്. എന്തുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് ഓഹരി ഇത്ര ഇടിയാനായിട്ട് കാരണം? നടപ്പു സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലം നിരാശപ്പെടുത്തിയതാണ് ഫെഡറൽ ബാങ്കിന് തിരിച്ചടിയായത്. ഡിസംബർ പാദത്തിലെ ബാങ്കിന്റെ ആദായത്തിൽ 5% കുറവുണ്ടായി. കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ കൈവരിച്ച 1007 കോടിയുടെ അറ്റാദായം ഇത്തവണ 955 കോടി രൂപയിൽ താഴ്ന്നു. അതേസമയം ഫെഡറൽ ബാങ്കിന്റെ അറ്റ പലിശ വരുമാനം വാർഷികമായി 14.5% വർധനവോടെ 2431 കോടി രൂപയുമായി. അതേസമയം ഭാവിയിൽ കിട്ടാക്കടമാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ ഫെഡറൽ ബാങ്ക് നീക്കിവെച്ച പ്രൊവിഷനിങ് അഥവാ ആക്സിലറേറ്റഡ് പ്രൊവിഷൻസ് 292 കോടിയായി ഡിസംബർ പാദത്തിൽ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ബാങ്ക് പ്രൊവിഷനും തുകയായി നീക്കിവെച്ചത് 91 കോടി രൂപ മാത്രമായിരുന്നു. അതുപോലെ ഫെഡറൽ ബാങ്കിന്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ 71.08% നിന്നും 74.21% വർദ്ധിച്ചു. അതേസമയം ഡിസംബർ പാദത്തിൽ ബാങ്കിന്റെ അറ്റ നിഷ്ക്രിയ ആസ്തി അഥവാ നെറ്റ് NPA 1131 കോടിയായി താഴ്ന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ആക്സിലറേറ്റഡ് പ്രൊവിഷൻസ് വർദ്ധിച്ചത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള കരുതൽ നടപടിയാണെന്നും അറിയാമെങ്കിലും വിപണിയെ സംബന്ധിച്ച് ഇതു അപ്രതീക്ഷിതമായതാണ് ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് തിരിച്ചടിയായത്.